Hi dears, welcome to HUS V8 classes. I am Radhika. യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് ന്യൂട്രീഷൻ എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ പേര് പോലെ തന്നെ ഇതില് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാലോ, ഇത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പറഞ്ഞാൽ പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ. പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, തെറ്റായ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി കൊണ്ടുവരുന്ന രോഗങ്ങൾ. പിന്നെ ന്യൂട്രീഷൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയറിയാം, ടെക്സ്റ്റ് നോക്കിയറിയാം, ഇറ്റ്സ് എ വെരി ബിഗ് ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ ന്യൂട്രീഷൻ ആൻഡ് വൈറ്റമിൻസ്. ഓക്കെ, അപ്പോ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ളതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സോ ലിസൺ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു വെച്ചാല്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ഇൻഫെക്ഷ്യസ് ഏജൻസ്. അതായത് പകർത്തുന്ന ഏജൻസ് ഉണ്ട് അല്ലെ, കുറെ മോസ്കിറ്റോ, ഇൻസെക്ട്സ് ഉണ്ട്, അതുപോലെ ബ്ലഡ് ഉണ്ട്, നമ്മൾ പറയുന്നുണ്ട്. അതുവഴി പകരുന്ന രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ദീസ് ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അല്ലെ, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാം. ഫ്രം അനിമൽ ടു പേഴ്സണും ഉണ്ട്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫ്ലൂ, ട്യൂബർകുലോസിസ് ആൻഡ് മലേറിയ, നമുക്ക് അറിയുന്ന രോഗങ്ങളൊക്കെ തന്നെ. They can spread through air, water, food or contact. Like വെള്ളത്തിലൂടെയും അതുപോലെ എയറിലൂടെയും ഭക്ഷണത്തിലൂടെയും കോണ്ടാക്ട് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അടുപ്പത്തിലൂടെ ഒക്കെ പകരാം. വാക്സിൻസ് ഹെൽപ്പ് പ്രിവെന്റ് മെനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. പല കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ നമ്മൾ ഇന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട് ത്രൂ വാക്സിൻസ്. ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് ഇൻ ഹ്യൂമൻ ലൈഫ്, ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടഡ് എൻവയറൺമെന്റ്സ്. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകരുന്നത് മിക്കവാറും ഏതിലൂടെയാണ്? പൊല്യൂട്ടഡ് എൻവയറൺമെന്റ്സിലൂടെ അല്ലെ. അതായത് നമ്മുടെ നാലുപാട് ചിലപ്പോൾ ശുചിത്വമില്ലാത്ത അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും, കൊതുകുകൾ പെറ്റുപെരുകുന്നതിലൂടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാവാം. അപ്പൊ ഇതാണ് പൊല്യൂട്ടഡ് എൻവയറൺമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഹെൽത്ത് അല്ലെ. വാക്സിൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഈ സയൻസും ടെക്നോളജിയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് വാക്സിൻസ് ഉണ്ടായത് ഈ രോഗങ്ങൾ അകറ്റി നിർത്താൻ പറ്റുന്നത്. നെസസിറ്റി ഓഫ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ ബോധവൽക്കരണത്തിലൂടെ അല്ലെ, ആളുകളുടെ അടുത്ത് ബോധവൽക്കരണം നടത്തണം. അതായത് ഇപ്പൊ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം, പരിസരം ശുചിയായി സൂക്ഷിക്കണം, ഇങ്ങനത്തെ രീതിയിൽ ആളുകളെ ബോധവൽക്കരിക്കണം. അതുപോലെ തന്നെ ത്രൂ എഡ്യൂക്കേഷൻ വി കാൻ ഓവർകം ദീസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്: ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ അനിമൽ ടു പേഴ്സൺ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു. മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെ? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, എയർ, ഇൻസെക്ട് ബൈറ്റ്സ് അല്ലെ, സലൈവ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, ഇതാണ് ബോഡി ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറഞ്ഞു. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമുക്കറിയുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് COVID-19, മലേറിയ, ട്യൂബർകുലോസിസ്, കോളറ എക്സെട്ര. ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രോഗനിർണയം വളരെ എത്രയും എളുപ്പത്തിലാവുന്നു അല്ലെങ്കിൽ എത്രയും വേഗത്തിലാവുന്നു അത്രയും എളുപ്പം നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. പ്രിവെന്റീവ് മെഷേഴ്സ് ആൻഡ് ഹൈജീൻ പ്രാക്ടീസസ്. അതുപോലെ തന്നെ നമ്മളത് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾക്ക് സെൽഫ് ഹൈജീനും എൻവയറൺമെന്റൽ ഹൈജീനും അല്ലെ, പേഴ്സണൽ അല്ലെങ്കിൽ എന്താ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. മീനിങ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്: കോസ്ഡ് ബൈ സ്പെസിഫിക് ഇൻഫെക്ഷ്യസ് ഏജൻസ് ഓർ ദെയർ ടോക്സിൻസ് അല്ലെ, ചില ജീവികൾ പരത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ സ്രവങ്ങൾ. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷ്യസ് ഡിസീസും രണ്ടാണ്. ഇൻഫെക്ഷൻ പറഞ്ഞാൽ നമ്മള് സെപ്റ്റിക് ആവോ എന്നൊക്കെ പറയല്ലേ, എന്തെങ്കിലും മുറിയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അത് ബാക്ടീരിയ ഒക്കെ ആയിട്ട് പഴുക്കുക, അതിനൊക്കെ നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് പകരുന്നില്ല. പക്ഷെ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയാണ്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ഓക്കെ വിത്ത് ദീസ് ടേംസ്. They are closely related in their pronunciation and spelling. They are entirely different.
മോഡ്സ് ഓഫ് സ്പ്രെഡ് എയർ, വാട്ടർ, വെക്ടേഴ്സ്, ഫിസിക്കൽ കോണ്ടാക്ട്. അല്ലെ, എങ്ങനെയാണ് ഇൻഫെക്ഷസ് ഡിസീസസ് പകരുന്നത്? വെള്ളത്തിലൂടെ, വായുവിലൂടെ, ജീവികളിലൂടെ, അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയൊക്കെയാണ് പകരുന്നത്. എക്സാമ്പിൾസ്, അതായത് കുട്ടികൾക്ക് അല്ലെ, ഒരു കുട്ടിക്ക് ജലദോഷം ഉണ്ടായ സ്കൂളിൽ ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികൾക്ക് ജലദോഷം ഉണ്ടാകുന്നു. കണ്ടേജിയസ് ഡിസീസസ് ആൻഡ് ദെയർ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്മിഷനും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കണ്ടേജിയസ് എന്ന് പറഞ്ഞാലും ഇൻഫെക്ഷ്യസ് ഡിസീസസ് പകരുന്ന രോഗങ്ങൾ. Then common diseases carried by insects. ഇൻസെക്റ്റുകൾ പരത്തുന്ന രോഗങ്ങൾ, കൊതുക് പോലുള്ള ഇൻസെക്റ്റുകൾ. മലേറിയ, ഫിലേറിയ, യെല്ലോ ഫീവർ, ഡെങ്കി, എൻസെഫാലൈറ്റിസ്, പ്ലേഗ് ആൻഡ് ഷിഗലോസിസ്, epidemic typhus fever, relapsing fever, trench fever, typhoid fever, cholera and dysentery. These are the diseases spread by insects. Types of communicable diseases, ഏതൊക്കെയാണ്? Airborne diseases ഉണ്ട്, food and waterborne diseases ഉണ്ട്, physical contact diseases ഉണ്ട്, vector-borne diseases ഉണ്ട്. ഓക്കെ, അതായത് എയർബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഏതൊക്കെയാണ്? ട്യൂബർകുലോസിസ്, മീസൽസ്, സ്മോൾ പോക്സ്. ഫുഡ് ആൻഡ് വാട്ടർബോൺ ഡിസീസസ്, അല്ലെ, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരും. ടൈഫോയിഡ്, കോളറ ആൻഡ് ഡിസെൻട്രി. ഓക്കെ, ഇതൊക്കെയാണ് ഭക്ഷണത്തിലൂടെയൊക്കെ പകരുന്നത്. ഫിസിക്കൽ കോണ്ടാക്ട് ഡിസീസസ് ആണ് സ്കേബീസ്, HIV ആൻഡ് ഗൊണോറിയ. വെക്ടർ ബോൺ ഡിസീസസ്, ഇൻസെക്റ്റുകൾ പരത്തുന്നതാണ് മലേറിയ ആൻഡ് യെല്ലോ ഫീവർ. അപ്പോ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇൻഫെക്ഷ്യസ് ഡിസീസസ് പകരാതിരിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഏത് രീതിയിലാണ് രോഗങ്ങൾ പകരുന്നത്, അതിനുള്ള സാഹചര്യം ഇല്ലാതെയാക്കുക. COVID-19, അല്ലെ, നമുക്ക് എല്ലാവർക്കും ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് COVID-19 ആയിരിക്കും. അതിന്റെ കോസസ്, സിംറ്റംസ്, റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. കോസ്ഡ് ബൈ കൊറോണ വൈറസ്, നമുക്കൊക്കെ അറിയാം, സ്പ്രെഡ്സ് ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, നമ്മുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുള്ള സ്രവങ്ങൾ വഴിയാണ് ഇത് പകരുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഫീവർ, കോഫ്, ഫാറ്റിക്, ലോസ് ഓഫ് ടേസ്റ്റ്, സ്മെൽ. അല്ലെ, നമുക്കൊക്കെ മിക്കവാറും ആളുകൾക്ക് വന്നിട്ടുണ്ടാവും, അല്ലെ, പനി ഉണ്ടാവും, ചുമ ഉണ്ടാവും, തളർച്ച, സ്മെല്ല്. അല്ലെ, അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഇല്ല, സ്മെല്ല്, പെട്രോളിന്റെ പോലും സ്മെല്ല് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു, ഓൾഡർ അഡൽട്സ്, അണ്ടർലൈങ് ഹെൽത്ത് കണ്ടീഷൻ. ഇപ്പൊ നമുക്കറിയാം, വയസ്സായ ആളുകൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് ബാധിച്ചിരുന്നു. അതുപോലെ തന്നെ അവർക്ക് മരണസംഖ്യ കൂടിയിരുന്നു. മാനേജ്മെന്റ്, എങ്ങനെയൊക്കെയാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ത്രൂ വാക്സിനേഷൻ, മാസ്ക് വെയറിംഗ് ആൻഡ് ഹാൻഡ് ഹൈജീൻ. നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ ഒക്കെ കടന്നു പോയിട്ട് നമുക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും, അല്ലെ, ഹാൻഡ് ഹൈജീൻ ഒക്കെ. അതുപോലെ അല്ലെ, അതുവരെ നമ്മള് സാനിറ്റൈസർ എന്നൊരു സാധനത്തെ പറ്റി കേട്ടിട്ടേ ഇല്ല, പക്ഷെ ഇറ്റ് ഹാസ് ബിക്കം വെരി കോമൺ. എല്ലാവർക്കും, അല്ലെ, പല വൃദ്ധ ജനങ്ങൾക്ക് സാനിറ്റൈസർ ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും. സോ ഈ കാര്യങ്ങളിലൂടെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഐസൊലേഷൻ, അല്ലെ, നമ്മൾ കോവിഡ് വന്ന ആളുകളെ എന്താ ചെയ്യാം? ഐസൊലേറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വേറെ സ്ഥലത്ത് പാർപ്പിച്ചിരുന്നു. പിന്നെ മെഡിക്കൽ കൺസൾട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ എന്താ പറയാ, മെഡിക്കേഷൻ, ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അല്ലെ, മരുന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കുക. മലേറിയ, അടുത്ത ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ് മലേറിയ. അത് ഇന്നത്തെ കാലത്ത് വളരെ കോമൺ അല്ല, എന്നാലും റയർലി ഒക്കെ. Caused by Plasmodium parasite, transmitted by Anopheles mosquito. Anopheles mosquito ആണ് പരത്തുന്നത്. പരത്തുന്നത് മോസ്കിറ്റോ ആണെങ്കിലും അത് എന്താ പ്ലാസ്മോഡിയം പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗാണുവാണ് പരത്തുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണ്? ചിൽസ്, ഹൈ ഫീവർ, മസിൽ പെയിൻ, ഹെഡേക്ക്. അതിലെ റിസ്ക് ഫാക്ടർ പറഞ്ഞ് സ്നാപ്പിംഗ് വാട്ടർ, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി. മലിനജലം, പിന്നെ അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ചൂടുള്ള കാലാവസ്ഥ, പിന്നെ അതുപോലെ തന്നെ കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് മലേറിയ വരാം. ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ക്വിനൈൻ ഇഞ്ചക്ഷൻസ്, ടാബ്ലറ്റ്സ്. ഓക്കെ, പ്രിവെന്റീവ് മെഷേഴ്സ്, അതായത് എങ്ങനെ വരാതെ നോക്കുന്നത്? മോസ്കിറ്റോ നെറ്റ്സ്, അല്ലെ, എലിമിനേറ്റിംഗ് ബ്രീഡിംഗ് ഗ്രൗണ്ട്സ്, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ ഒഴിവാക്കുക. ടൈഫോയിഡ്, കോസ്ഡ് ബൈ സാൽമോനെല്ല ടൈഫി. അപ്പൊ ഈ രോഗാണുവാണ് പരത്തുന്നത്. സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ്. ഇപ്പൊ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെയാണ് പകരുന്നത്.
അതിനുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? ഹൈ ഫീവർ, റാഷ്, വീക്ക്നെസ്, അബ്ഡോമിനൽ പെയിൻ, അല്ലെ? പനി മിക്കവാറും എല്ലാറ്റിന്റെയും ലക്ഷണങ്ങളാണ്. കാരണം പനി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കുന്നതാണ് പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ റാഷ്, അല്ലെ? നമ്മുടെ ചൊറിച്ചിലൂടെ അല്ലാതെ ഉണ്ടാവുന്ന റാഷസ് നമ്മുടെ ശരീരത്തിൽ. പിന്നെ അതുപോലെ വീക്ക്നെസ്, തളർച്ച, അബ്ഡോമിനൽ പെയിൻ, വയറുവേദന. റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുവർ സാനിറ്റേഷൻ, അസിംപ്റ്റോമാറ്റിക് കാർഡിയസ്. അതായത് നമ്മള് മലമൂത്ര വിസർജനം, ഓപ്പൺ മലമൂത്ര വിസർജനത്തിലൂടെയൊക്കെ ഈ സൂക്കേടുകൾ ഉണ്ടാവും. കാരണം നമ്മുടെ ഫുഡ് ആൻഡ് വാട്ടർ വിൽ ബി കണ്ടാമിനേറ്റഡ് ആഫ്റ്റർ ദിസ്. അതുപോലെ തന്നെ അസിംപ്റ്റോമാറ്റിക് കാർഡിയസ്. ഇപ്പൊ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാം, പക്ഷെ അതെങ്ങനെ ആ ആൾക്ക് ഒരു സിംറ്റംസും ഇല്ലെങ്കിൽ, കോവിഡൊക്കെ അങ്ങനെ ഒരുപാട് പകർന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് ഒരു സിംറ്റംസും ഉണ്ടാവില്ല, ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അവര് വഴി ഇത് പകരാം. ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ആന്റിബയോട്ടിക്സ് ലൈക്ക് സിപ്രോഫ്ലാക്സാസിൻ, റീഹൈഡ്രേഷൻ. നമ്മൾ എന്താ, കൂടുതൽ വെള്ളം കുടിക്കുക, പ്ലെന്റി ഓഫ് വാട്ടർ ഇൻടേക്ക്. അതുപോലെ തന്നെ മെഡിക്കേഷൻ ലൈക്ക് സിപ്രോഫ്ലോക്സാസിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ കഴിക്കുക. അതിനുള്ള പ്രിവെന്റീവ് മെഷർ എന്തൊക്കെയാണ്? സേഫ് ഡിസ്പോസൽ ഓഫ് എക്സ്ക്രീഷൻസ് ആൻഡ് വാക്സിനേഷൻ. അതുപോലെ തന്നെ കുട്ടികളുടെ ആണെങ്കിലും എന്താ പറയാ, ഇങ്ങനെ മലമൂത്രങ്ങള് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക, നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. ദെൻ ട്യൂബർകുലോസിസ്, നമുക്കറിയുന്ന ഒരു വലിയൊരു സൂക്കേടാണ്, അല്ലെ? കുറെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. Tuberculosis is also known as TB, is an airborne infectious disease primarily affecting the lungs but may also affect other parts of the body. അതായത് എയർബോൺ ഡിസീസ് ആണ്. അതുപോലെ തന്നെ ലങ്സിനാണ് അഫക്ട് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ള സൂക്കേടുകൾക്കും മീൻസ് ഓർഗൻസിനും ഗ്രാജുവൽ ആയിട്ട് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? എഫക്ട് ചെയ്യുന്നുണ്ട്. It is the second biggest killer among diseases caused by a single infectious agent. അതായത് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കില്ലർ ആയിട്ടാണ് ട്യൂബർകുലോസിസിനെ കണക്കാക്കുന്നത്. ഒരൊറ്റ ഏജന്റ് പരത്തുന്ന സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കില്ലർ. ഡിസ്കവേർഡ് ബൈ റോബർട്ട് കോച്ച് 1882. കോസസ് എന്തൊക്കെയാണ്? കോസ്ഡ് ബൈ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ ആ രോഗാണുവാണ് പരത്തുന്നത്. എന്താണ് പേര്? മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അതാണ് ട്യൂബർകുലോസിസ് പരത്തുന്നത്. സ്പ്രെഡ് ത്രൂ എയർ വയ കോഫിംഗ്, സ്നീസിംഗ്, ലോഫിംഗ്, ടോക്കിംഗ് ഓർ സ്പിറ്റിംഗ്. അതായത് ലങ്സിലുള്ള ഡ്രോപ്ലെറ്റ്സും അതുപോലെ വായിലുള്ള ഡ്രോപ്ലെറ്റ്സും വഴിയാണ് പകരുന്നത്. നമ്മൾ വർത്തമാനം പറയുമ്പോഴൊക്കെ നമ്മള് സലൈവയൊക്കെ തെറിച്ചിട്ടൊക്കെ ഒരു പക്ഷേ ഇത് പകരാം. 2 ടൈപ്സ് ഉണ്ട്. ലേറ്റന്റ് TB, അത് ഇനാക്റ്റീവ് ആണ്, ആൻഡ് ആക്റ്റീവ് TB, ദാറ്റ് ഇസ് സിംപ്റ്റമാറ്റിക് ആൻഡ് കണ്ടേജിയസ്. ലേറ്റന്റ് TB ഇനാക്റ്റീവ് ആണ്, അതിന് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ അത് ഉണ്ടാവും. അത് ലെസ് കണ്ടേജിയസ് ആണ് ദാൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ആക്റ്റീവ് TB. റിസ്ക് ഇൻക്രീസസ് വിത്ത് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലാതെയാവും കുറച്ച് കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പം ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത അവസ്ഥയിലാണ് അത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. മാത്രമല്ല കൂടുതൽ ഡേഞ്ചറസ് ആയി മാറുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണ്? പെർസിസ്റ്റന്റ് കോഫ് ഫോർ മോർ ദാൻ 3 വീക്സ്, അല്ലെ? 3 ആഴ്ചയിൽ കൂടുന്ന ചുമ, നിർത്താതെയുള്ള ചുമ. കോഫിംഗ് ബ്ലഡ് ഓർ മ്യൂക്കസ്, കഫം, അതുപോലെ കഫത്തിൽ ബ്ലഡ് ഉണ്ടാവുക. ചെസ്റ്റ് പെയിൻ, ഫീവർ, നൈറ്റ് സ്വെറ്റ്സ്, അല്ലെ? അതായത് ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന, പനി, രാത്രിയൊക്കെ അങ്ങനെ വയർക്ക, പെട്ടെന്ന് ഞെട്ടി ഉണരുക, തളർച്ച കൊണ്ട്. അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, ഫാറ്റിഗ്, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, അല്ലെ? ഒരു കാരണമില്ലാതെ നമ്മുടെ ഡയറ്റ് ഒന്നും കീപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ്, പിന്നെ അതുപോലെ തന്നെ ഫാറ്റിഗ്, തളർച്ച, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, ഒന്നിനും ഒരു ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. അതിൽ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞ് HIV പേഷ്യൻസിനൊക്കെയാണ് TB ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി റിസ്കി. അതുപോലെ ഡയബറ്റീസ്, അണ്ടർ ന്യൂട്രീഷൻ. അതായത് ഈ TB ഉള്ള ആളുകൾ പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് വേണം അവർക്ക്. കോഴിമുട്ട അതുപോലത്തെ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതിലൂടെ അത് നമുക്ക് അതിന് പരിധിവരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ്, ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് TB കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. certain cancers, okay, lung cancer പോലുള്ള ക്യാൻസേഴ്സ് ഉള്ള ആളുകൾക്ക് TB ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൈലി റിസ്കി. ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? BCG വാക്സിനേഷൻ ഫോർ ചിൽഡ്രൻ, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ലേറ്റന്റ് TBക്കുള്ള ട്രീറ്റ്മെന്റ് 1 ആന്റിബയോട്ടിക് ആണ്, അത് ഇനാക്റ്റീവ് ആണ്, വലിയ കുഴപ്പമില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ആക്റ്റീവ് TB ആണ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. 6 month കോഴ്സ് ഓഫ് 4 drugs, ഓക്കെ. അത് ഏതൊക്കെ 4 drugs ഏതൊക്കെയാണ്? റിഫാംപിസിൻ, പൈറാസിനാമൈഡ്, സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്. അപ്പൊ ഈ 4
ഡ്രഗ്സും 6 മന്ത് വീതം കഴിക്കുക, അല്ല 6 മാസത്തേക്ക് കഴിക്കുക. പിന്നെ മെഡിക്കൽ സൂപ്പർവിഷൻ, ഈ ആശാ വർക്കേഴ്സ് ഒക്കെ ഇവരെ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്, TB ഉള്ള ആളുകളെ, കാരണം ചെക്ക് ചെയ്യാനും അവർ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളും. പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? ഐസൊലേറ്റ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ്, അല്ലെ, അവരെ ഐസൊലേറ്റ് ചെയ്യുക, അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് പകരില്ലല്ലോ. യൂസ് മാസ്ക്, എൻഷുർ റൂം വെന്റിലേഷൻ. പിന്നെ അതുപോലെ തന്നെ അവര് വെന്റിലേഷൻ ഒന്നും ഇല്ലാത്ത റൂമിലാണെങ്കിൽ അവിടെ രോഗാണു തിങ്ങി നിറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെന്റിലേഷൻ, നല്ല കാറ്റ് വെളിച്ചുള്ള റൂമിൽ അവരെ പാർപ്പിക്കുക. മെയിൻറ്റെയിൻ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ, അല്ലെ, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, അതായത് കുപ്പൊക്കെ ചെയ്യുക, അല്ലെ, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഇല്ലാതെയാക്കാം. ഡെഫിനിഷൻ കോളറയുടെ, ഓക്കെ, കോളറ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഒരു നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്വീസിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവൽ ഉണ്ട്, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. വെരി ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. നിങ്ങള് അതിന്റെ ഫിലിം ഉണ്ട് കേട്ടോ, പറ്റുകയാണെങ്കിൽ ഫിലിമൊക്കെ ഒന്ന് കാണാം. നിങ്ങൾ ഇംഗ്ലീഷ് ഫിലിമൊക്കെ കാണാറുണ്ടോ? കാണുന്നില്ലെങ്കിൽ ഒന്ന് കാണാം. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഈ കോളറ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഭയങ്കര ഡേഞ്ചറസ് ഡിസീസ് ആയിരുന്നു. Okay, cholera is a water and food-borne disease that can be epidemic or endemic. അല്ലെ, അപ്പോ എന്താണ്, ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണ് അല്ലെങ്കിൽ ഫുഡ് ബോൺ ഡിസീസ് ആണ്. അത് ഒന്നുകിൽ പകരാം അല്ലെങ്കിൽ പകരാതിരിക്കാം, പല രീതിയിലുള്ള കോളറകളുണ്ട്. ഇറ്റ് കോസസ് സിവിയർ വാട്ടറി ഡയറിയ, ഡീഹൈഡ്രേഷൻ ആൻഡ് ക്യാൻ ബി ഫേറ്റൽ, അല്ലെ, മരണം വരെ കാരണമായേക്കാവുന്ന വയറിളക്കം, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ. അതായത് വയറിളക്കം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഛർദ്ദി, അല്ലെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ മരണം വരെ സംഭവിക്കാം. കോസസ് എന്തൊക്കെയാണ്? കോസ്ഡ് ബൈ വിബ്രിയോ കോളറ. ഓക്കെ, സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ്, ദെൻ ഫ്ലൈസ്, അല്ലെ, ചില ഫ്ലൈസ് പറഞ്ഞു കഴിഞ്ഞാല് ഈച്ച പോലുള്ള ഫ്ലൈസ്, അല്ലെ, അവര് കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഡിഫിക്കേഷനിലൂടെ അവർ പരത്തുന്ന ഫുഡിലും അതുപോലെ തന്നെ ഒക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് പകർത്തുന്നുണ്ട്. പുവർ സാനിറ്റേഷൻ, അല്ലെ, നല്ല രീതിയിലല്ലാത്ത സാനിറ്റേഷൻ. ദെൻ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? എ ഫ്യൂ അവേഴ്സ് ടു 5 days ആണ് ഇൻക്യുബേഷൻ, ഒരാൾക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു വെക്കുന്നത്. കോമൺ സോഴ്സസ് മുനിസിപ്പൽ വാട്ടർ, സ്ട്രീറ്റ് ഫുഡ്, അണ്ടർ കുക്ക്ഡ് സീ ഫുഡ്, ഇതിലൂടെയൊക്കെ പകരാം. അതായത് ഈച്ചയൊക്കെ വന്നിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഡിഫിക്കേഷൻ അംശമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ രീതിയിലൊക്കെ വെള്ളവും ഭക്ഷണമൊക്കെ മലിനമാവും, ഇതിലൂടെയൊക്കെ പകരാം. സിംറ്റംസ് എന്തൊക്കെയാണ്? സഡൻ വാട്ടറി ഡയറിയ ആൻഡ് വോമിറ്റിംഗ്, അല്ലെ, വെള്ളം പോലെയുള്ള ഡയറിയ, വോമിറ്റിംഗ്, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, ലോസ് ഓഫ് സ്കിൻ ഇലാസ്റ്റിസിറ്റി, അല്ലെ, ഇലാസ്റ്റിസിറ്റി ഇങ്ങനെ ഇതാവാതിരിക്കുക, ഇലാസ്റ്റിസിറ്റി ഇല്ലാതിരിക്കുക. അത് ഡീഹൈഡ്രേഷന്റെ ഒരു ലക്ഷണമാണ്. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ മതി കയ്യിലൊക്കെ. അപ്പൊ അങ്ങനെ ആ കൈ ഇങ്ങനെ നമ്മുടെ പിടി അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്നാണ്. ഡ്രൈ മൗത്ത്, മസിൽ ക്രാംസ്, അല്ലെ, വായ ഇങ്ങനെ വരളുക, ഡ്രൈ ആവുക, മസിൽ ക്രാംസ്, അതുപോലെ തന്നെ എക്സസീവ് തേഴ്സ്റ്റ്, ഭയങ്കര ദാഹം. മസിൽ ക്രാം പറഞ്ഞാൽ അറിയില്ലേ, പൊടിച്ച് പിടിക്കുക, മസിലൊക്കെ പെയിൻ ആവാം. ലോ ബ്ലഡ് പ്രഷർ, BP കുറയുക, ഭക്ഷണം, അതായത് ഡീഹൈഡ്രേഷന്റെ ഒക്കെ ലക്ഷണം. സിവിയർ ഡീഹൈഡ്രേഷൻ മേ ലീഡ് ടു ഷോക്ക് ആൻഡ് ഡെത്ത് വിത്തിൻ അവേഴ്സ്, അല്ലെ, മണിക്കൂറുകൾക്കകം മരണം വരെ സംഭവിക്കാം. എങ്ങനെയാ അത് മാനേജ് ചെയ്യുന്നത്? വാക്സിനേഷൻ ആസ് പെർ CDC or WHO. ബോയിൽ or disinfect ഡ്രിങ്കിങ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത വെള്ളമോ കുടിക്കും, പ്യൂരിഫൈ ചെയ്ത വെള്ളം. പ്രോപ്പർ ഹൈജീൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ, നല്ല വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന വെള്ളവും ഫുഡും ഒക്കെ ഡിസ്ഇൻഫെക്റ്റഡ് ആക്കുക. IV ഫ്ലൂയിഡ്സ്, ആന്റിബയോട്ടിക്സ്, അതൊക്കെയാണ് അതിന്റെ എന്താ പറയാ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക് ഒക്കെയാണ് മെഡിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡയറിയ, ഡയറിയയുടെ ഡെഫിനിഷൻ എന്താണ്? ഡയറിയ റെഫേഴ്സ് ടു ഫ്രീക്വന്റ് ലൂസ് ഓർ വാട്ടറി ബവൽ മൂവ്മെന്റ്, അല്ലെ, വയറ്റിൽ പോവുക എന്നുള്ളത് തന്നെ. 3 or more times a day ഉണ്ടെങ്കിൽ അതിന് ഡയറിയ എന്ന് പറയാം. കോസസ് എന്തൊക്കെയാണ്? കോസ്ഡ് ബൈ വൈറസസ്, ബാക്ടീരിയ, പാരസൈറ്റ്, പല രീതിയിൽ വരാം. അതർ കോസസ് ചിലപ്പോൾ മെഡിക്കേഷൻസ്, ചില മരുന്ന് കഴിച്ചാൽ ചില ആളുകൾക്ക് ഡയറിയ ഉണ്ടാവാം. ഫുഡ് ഇൻടോളറൻസസ്, ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉണ്ടാവാം. ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, ചില ഭക്ഷണങ്ങൾ ദഹിക്കില്ല, അപ്പൊ ആ സമയത്തും ഈ ഡയറിയ ഉണ്ടാവാം. സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് പുവർ ഹൈജീൻ, ശുചിത്വമില്ലായ്മയിൽ നിന്നൊക്കെ പകരുന്നതാണ്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഫ്രീക്വന്റ് വാട്ടറി സ്റ്റൂൾസ്,
വയറ്റിന്ന് പോവുക അല്ലെ, വാട്ടറി അതായത് വെള്ളം പോലെ. എക്സസീവ് തേഴ്സ്റ്റ്, ഡ്രൈ മൗത്ത് ആൻഡ് സ്കിൻ, ഡീഹൈഡ്രേഷൻ ആണല്ലോ. ഡിസിനസ്, ഫാറ്റിക് അല്ലെ, തളർച്ച, അതുപോലെ തന്നെ ഒരു മന്ദത, അലസത, അതൊക്കെ വരുന്നുണ്ട്. ദെൻ റിസ്ക് ഫാക്ടർ എങ്ങനെ, പുവർ ഹൈജീൻ, അൺസേഫ് വാട്ടർ, മാൽന്യൂട്രീഷൻ, ഇതുകൊണ്ടൊക്കെ ഡയറിയ വരാം. ഓക്കെ. ദെൻ ലോ ഇമ്മ്യൂണിറ്റി, തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഡയറിയ പിടിപെടാം. പ്രിവെൻഷൻ എന്തൊക്കെയാണ്, ഹാൻഡ് വാഷിംഗ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഓക്കെ, നന്നായി കൈ കഴുകുക. പ്രോപ്പർ ഫുഡ് ഹൈജീൻ, ഭക്ഷണം നല്ല വൃത്തിയുള്ളതായിരിക്കണം. പഴകിയ ഭക്ഷണം കഴിച്ചാലും ഡയറിയ ഒക്കെ ഉണ്ടാവാം. ORS ഓർ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, നമുക്കറിയാതെ അല്ലെ, ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുടിക്കില്ലേ, അതാണ് ORS, ലായനി കുടിക്കുക. സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇഫ് നീഡഡ്, അതായത് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. അടുത്തത് എയ്ഡ്സ്, നമുക്കറിയാം അല്ലെ, വളരെ ഡേഞ്ചറസ് ഡിസീസ് ആണ് എയ്ഡ്സ്. കോസ്ഡ് ബൈ HIV, ദാറ്റ് ഇസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഡിസ്ട്രോയ്സ് ഹ്യൂമൻ സെൽസ്, T4 ലിംഫോസൈറ്റ്സ് ആണ് നശിപ്പിക്കുന്നത്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലാതെയൊക്കെ, അതാണ് എയ്ഡ്സിന്റെ പ്രത്യേകത. നമുക്ക് പ്രതിരോധ ശേഷി ഇല്ലാതെയൊക്കെ, പിന്നെ നമുക്ക് എല്ലാ രോഗങ്ങളും പിടിപെടും, അങ്ങനെ നമ്മൾ മരിക്കുകയും ചെയ്യും. ദാറ്റ് ഇസ് എയ്ഡ്സ്. ദെൻ അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഡിസ്കവറി ബൈ ലൂക്ക് മൊണ്ടൈനർ ആൻഡ് റോബർട്ട് ഗാവോ. എന്താണ് അതിന്റെ ഡയഗ്നോസിസ്, എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എലൈസ ടെസ്റ്റ് ഡിറ്റക്ട്സ് ആന്റിബോഡീസ്. ഓക്കെ. വെസ്റ്റേൺ ബ്ലോട്ട് കൺഫേംസ് HIV. റീടെസ്റ്റിംഗ് മേ ബി നീഡഡ്. ചിലപ്പോ ആദ്യത്തെ രീതിയിലൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ചിലപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്താലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ എലൈസ ടെസ്റ്റ് നമ്മൾ പലപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്നത് വിവാഹത്തിലൂടെയൊക്കെ പകരുന്ന ഒരു രോഗമാണ്. വിവാഹത്തിലൂടെ പകരുന്ന സെൻസ് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ. ചിലപ്പോ മറച്ചു വെച്ചിട്ട് രോഗമുണ്ട് എന്ന് മറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, കുറച്ചു കാലം അത് അസിംപ്റ്റോമാറ്റിക് ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പകരുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, നമ്മള് കല്യാണത്തിന് ജാതകം നോക്കണേക്കാളും ഇമ്പോർട്ടന്റ് ഈ എലൈസ ടെസ്റ്റ് ഒക്കെയാണ് അല്ലെ, ആ റിസൾട്ട് ഒക്കെ വെച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. നമുക്ക് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ദീസ് ആർ ദ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഓഫ് എയ്ഡ്സ്. ട്രാൻസ്മിഷൻ എങ്ങനെയൊക്കെയാണ്? അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, മദർ ടു ചൈൽഡ് ഡ്യൂറിംഗ് ബാത്ത്, പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ്. ഓക്കെ, ഇതിലൂടെയൊക്കെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് അല്ലെ, ബ്ലഡിലൂടെ പകരാം. അതുകൊണ്ട് ഷെയർഡ് നീഡിൽസ് അല്ലെ, ഒരാൾക്ക് കുത്തിവെച്ച നീഡിലൂടെ മറ്റൊരാൾക്ക് കുത്തിവെക്കുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് അല്ലെ, ബ്ലഡ് കൊടുക്കുന്നതിലൂടെ. നോട്ട് സ്പ്രെഡ് ബൈ കാഷ്വൽ കോണ്ടാക്ട്, തൊട്ട് പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിലൂടെ ഒന്നും ഇത് പകരുന്നില്ല. സിംറ്റംസ് എന്തൊക്കെയാണ്? ഓഫൻ അസിംപ്റ്റമാറ്റിക് ഫോർ ഇയേഴ്സ് അല്ലെ, വർഷങ്ങളോളം ഒരു സിംറ്റംസും ഉണ്ടാവില്ല. ഓക്കെ, നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിക്കും. Early flu-like symptoms, fever, fatigue, night sweats, like ഇതൊക്കെ ഉണ്ടാവാം. Then mouth sores, വായിലൊക്കെ മുറിവുണ്ടാവുക, റാഷ് അല്ലെ, മേലൊക്കെ നിറയെ റാഷസ്, അതായത് ചൊറിഞ്ഞിട്ടുള്ള റാഷസ് അല്ല, അത് അലർജി കൊണ്ടാണ്, അല്ലാതെയുള്ള റാഷസ്. ദെൻ വെയിറ്റ് ലോസ്, പറ്റ ഇങ്ങോട്ട് വെയിറ്റ് ഇല്ലാതെ മെലിയ. Prevention and treatment, no permanent cure, but ART controls HIV. അതായത് ട്രീറ്റ്മെന്റ് ആണ്. ART ട്രീറ്റ്മെന്റിലൂടെ കുറെയൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ നോ പെർമനന്റ് ക്യൂർ, മാറ്റാൻ പറ്റില്ല. സേഫ് സെക്സ് അല്ലെ, അതിലൂടെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, HIV കൗൺസിലിങ്ങിലൂടെയൊക്കെ. പിന്നെ സ്ക്രീൻ ബ്ലഡ്, അവോയ്ഡ് ഷെയർഡ് നീഡിൽസ്, ഒരാൾക്ക് കുത്തിവെച്ച നീഡിൽ മറ്റൊരാൾക്ക് കുത്തിവെക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ ബ്ലഡ് അല്ലെ, ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പരിശോധിക്കാം. ദെൻ പബ്ലിക് അവയർനെസ്, ആളുകളെ ബോധവൽക്കരിക്കുക. ദെൻ അപ്പൊ അതൊക്കെ പകർച്ചവ്യാധികളാണ്. ഇനി അടുത്തത് പറയാൻ പോണതാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, ഒബീസിറ്റി, അൾസേഴ്സ്. നമ്മൾ വളരെ പരിചയമുള്ള കുറെ ഡിസീസസ് ആണത് അല്ലെ, കാരണം ഒരു വീട്ടിലൊരാൾക്കെങ്കിലും ഈ സൂക്കേടുകൾ ഉണ്ടായിരിക്കും. അതിന്റെ കോസസ് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ്? ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങളാണല്ലോ അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കോസസ്? സെഡന്ററി ലൈഫ് സ്റ്റൈൽ, പുവർ ഡയറ്റ്, സ്ട്രെസ്. ഓക്കെ, കുത്തഴിഞ്ഞ ജീവിത രീതി അല്ലെ, ഒരു ഭക്ഷണത്തിൽ ഒരു കൺട്രോളും ഇല്ലാതിരിക്കുക. ദെൻ സ്ട്രെസ്. സിംറ്റംസ് എന്തൊക്കെയാണ്? വാരിബിൾ ഡിസോർഡർ, കോമൺ സൈൻസ് ഇൻക്ലൂഡ് ഫാറ്റിക് പെയിൻ. ഫാറ്റിക് ആൻഡ് പെയിൻ, തളർച്ചയും വേദനയൊക്കെയാണ് കോമൺ ഡിസോർഡർ അല്ലെങ്കിൽ കോമൺ ലക്ഷണം, സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഏജ് അല്ലെ, പ്രായം ഒരു പ്രശ്നമാണ്. ജനറ്റിക്സ്,
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ആണ്. അപ്പൊ നമുക്കറിയാം ഈ രോഗങ്ങൾ ഏകദേശം അച്ഛനുണ്ടെങ്കിൽ മക്കൾക്കും ഉണ്ടാവും. അൺഹെൽത്തി ഹാബിറ്റ്സ് അല്ലെ, ഒരു ഹെൽത്തി അല്ലാത്ത ഹാബിറ്റ്, ശീലം. മാനേജ്മെന്റ് എന്തൊക്കെയാണ്? റെഗുലർ എക്സസൈസ്, ബാലൻസ്ഡ് ഡയറ്റ്, മെഡിറ്റേഷൻ. എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം. ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് അല്ലെ, അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ചെക്കപ്പ് നടത്തുക, കൺട്രോള് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്കറിയാം ഈ ഡയറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് കിട്ടുക എന്നാണ്. ബാലൻസ്ഡ് ഡയറ്റ് ഇൻക്ലൂഡ്സ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് അല്ലെ, ഇതൊക്കെ ഉള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ്. ഒന്നും അധികമാവാൻ പാടില്ല. അധികമായി കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആവും. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരും. ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഫൈബർ ഇൻടേക്ക്. പിന്നെ അതുപോലെ വെള്ളം കുടിക്കണം അല്ലെ, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. ഫൈബർ പറഞ്ഞാൽ നാരുകൾ അടങ്ങിയ. റോൾ ഇൻ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് മെയിൻ്റെനൻസ്. അതുപോലെ തന്നെ ഹെൽത്ത്, ഇങ്ങനത്തെ രോഗങ്ങൾ വരാതെ നോക്കുകയാണ് വേണ്ടത്. ഗൈഡ് ലൈൻസ് ബൈ WHO ആൻഡ് അതർ ഹെൽത്ത് ഓർഗനൈസേഷൻസ്. ഇപ്പൊ WHO കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്യാം. കൾച്ചറൽ ആൻഡ് റീജിയണൽ ഡയറ്ററി കൺസിഡറേഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കൾച്ചറിനും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള കുറെ എന്താ പറയാ ഡയറ്റ് ഉണ്ടാവും അല്ലെ, ഭക്ഷണ രീതികൾ. അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അധ്വാനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒഴിവാകും. അല്ലെങ്കിൽ അത് അത്ര വരാൻ സാധ്യതയില്ല. ഡയബറ്റീസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് ഡയബറ്റീസ് ഇന്നത്തെ കാലത്ത് അല്ലെ. ഒരു 40 കഴിഞ്ഞ ഒരാളുകൾക്ക് മിക്കവാറും വരുന്ന രോഗമാണ് ഡയബറ്റീസ്. എ ക്രോണിക് കണ്ടീഷൻ ദാറ്റ് എഫക്ട്സ് ഹൗ ദ ബോഡി പ്രോസസ് ബ്ലഡ് ഷുഗർ. അതായത് എനർജിയെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എനർജി ആക്കി മാറ്റാന് നമ്മുടെ ശരീരത്തിന് കഴിവില്ലാത്തതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ഗ്ലൂക്കോസ് ബ്ലഡിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കും. ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ടല്ലോ, അത് പഞ്ചസാരയിൽ മാത്രമല്ല, പല ഭക്ഷണത്തിൽ നിന്നും കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ചോറും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. പിന്നെ ടൈപ്സ് ഇൻക്ലൂഡ് ടൈപ്പ് 1, ടൈപ്പ് 2, 2 തരത്തിലുള്ള. പിന്നെ അതുപോലെ ഡൈജസ്റ്റേഷൻ 3 തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്. സിംറ്റംസ് ക്യാൻ വാരി ഫ്രം ഫ്രീക്വന്റ് യൂറിനേഷൻ ടു എക്സ്ട്രീം ഫാറ്റിക്. നമുക്കറിയാം ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് എപ്പോഴും മൂത്രമൊഴിക്കാൻ തോന്നും അല്ലെ. പിന്നെ അതുപോലെ തളർച്ച, എപ്പോഴും വെള്ളം കുടിക്കണം, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. കോംപ്ലിക്കേഷൻസ് ക്യാൻ ഇൻക്ലൂഡ് ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡാമേജ് ആൻഡ് നെർവ് പ്രോബ്ലംസ് അല്ലെ. ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം, ഡയബറ്റീസ് കൂടി കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ്ഡ് ആവാം, നെർവ് പ്രോബ്ലംസ് ഉണ്ടാവാം. ഒരുപാട് പ്രോബ്ലംസ് ഈ ഡയബറ്റീസിലൂടെ ആളുകൾക്ക് ഉണ്ടാവുന്നു. ഡയബറ്റീസ് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് മോണിറ്ററിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ്. നമുക്ക് എങ്ങനെയൊക്കെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും? ത്രൂ മെഡിക്കേഷൻ അല്ലെ, മരുന്നുകൾ വേണം. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റൂ. ഓക്കെ. അതായത് രാവിലെ നമ്മൾ എണീറ്റേ പറ്റൂ, എണീറ്റ് എക്സസൈസ് ചെയ്തേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഷുഗർ ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ടൈപ്സ് ഓഫ് ഡയബറ്റീസ് ആൻഡ് ദെയർ കോസസ്. ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഡയബറ്റീസ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് എന്താണ്? ദി ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്സ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ്. അതായത് ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെല്ലിനെ അത് എഫക്ട് ചെയ്യുന്നു. ഓക്കെ. ദെൻ ടൈപ്പ് 2 ഡയബറ്റീസ് പറഞ്ഞു വെച്ചാൽ ബോഡി ബിക്കംസ് റെസിസ്റ്റന്റ് ടു ഇൻസുലിൻ ബട്ട് ഡസന്റ് പ്രൊഡ്യൂസ് ഇൻസുലിൻ. ഇൻസുലിൻ ഉണ്ടാക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇൻസുലിനോട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥ. ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ആൻഡ് യൂഷ്വലി ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അല്ലെ. പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഉണ്ടാവുന്നതാണ്. അത് ചിലപ്പോൾ പ്രസവത്തോടെ അത് ഇല്ലാതെയാവാം. ഓക്കെ. Then genetic predisposition and lifestyle factors are significant causes. അതായത് നമുക്കറിയാം ജനറ്റിക്സ് ഹെറിഡിറ്ററി ആണ് നമ്മുടെ ഡയബറ്റീസ്. ഓക്കെ. Then obesity, അമിത വണ്ണം, poor diet അല്ലെ, ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാത്ത അവസ്ഥ, ആൻഡ് ഇനാക്ടിവിറ്റി അല്ലെ, ഒന്നും ചെയ്യില്ല, എനിക്ക് വേറെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വന്റ് യൂറിനേഷൻ, എക്സ്ട്രീം ഹങ്കർ, ഫാറ്റിക് ആൻഡ് ബ്ലഡ് വിഷൻ. കാഴ്ചയെയും ബാധിക്കുന്നുണ്ട്. സ്ലോ ഹീലിംഗ് ഓഫ് കട്ട്സ് ആൻഡ് ബ്രൂസസ് അല്ലെ, മുറിവോ ചതവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ള ബുദ്ധിമുട്ട്. അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് ഓർ ഗെയിൻ. ചില ആൾക്കാർ അമിതമായിട്ട് മെലിയും, ചില ആൾക്കാർ വണ്ണം വയ്ക്കും.
numbness or tingling in the hands and feet. അല്ലെ, അതായത് നമുക്ക് numbness എന്താ പറയാ, നമുക്ക് സ്വാധീനം ഇല്ല എന്ന് തോന്നാം. ഓക്കെ, കാലോ കയ്യോ ഒക്കെ കോച്ചുക എന്നൊക്കെ പറയും, അങ്ങനത്തെ അവസ്ഥ. Then risk factors for diabetes. Age over 45 years increased risk for type 2. അതായത് ഒരു 45 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കണം, ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ്. ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെറിഡിറ്ററി ആണ്. ബീങ് ഓവർ വെയ്റ്റ് ഓർ ഒബീസ്, അല്ലെ, അമിതവണ്ണം. സെഡന്ററി ലൈഫ് സ്റ്റൈൽ, കുത്തഴിഞ്ഞ ജീവിത രീതി, തോന്നുന്ന നേരത്തെ എണീക്കുക, തോന്നുന്ന ഭക്ഷണം കഴിക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക. ഓക്കെ, ഇറ്റ്സ് നോട്ട് പോസിബിൾ ഓർ ഡയബറ്റീസ് പേഷ്യൻസ് ഷുഡ് ഫോളോ a certain diet and a certain controlled lifestyle. High blood pressure and high cholesterol. BP ഉണ്ടെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ഒക്കെ ഡയബറ്റീസ് ഉണ്ടാവാം. കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്? ഹാർട്ട് ഡിസീസ്, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്. ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം ഡയബറ്റിക് ആണെങ്കിൽ. കിഡ്നി ഡാമേജ് ഉണ്ടാവാം. ഓക്കെ, നെർവ് ഡാമേജ്, അതായത് നംനെസ്, തരിപ്പ്, ദാറ്റ്സ് നംനെസ്. പെയിൻ, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ദഹന പ്രശ്നങ്ങൾ. ഐ ഡാമേജ് ഉണ്ടാവും, കണ്ണിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു സൂക്കറാണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ എയ്ഡ്സ് ഒക്കെ പറഞ്ഞില്ല, അതിനേക്കാളും ഡേഞ്ചറസ് ആണ് ഡയബറ്റീസ്. ഐ ഡാമേജ്, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കാറ്ററാക്ട്സ്, തിമിരത്തിനുള്ള ചാൻസ് കൂടുന്നു. ഗ്ലൂക്കോമ, അതൊക്കെ കണ്ണ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ആൻഡ് ബ്ലൈൻഡ്നെസ്. സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. പുവർ ബ്ലഡ് സർക്കുലേഷൻ ക്യാൻ ലീഡ് ടു ഇൻഫെക്ഷൻസ്, അതായത് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിലൂടെ ചില സെല്ലുകളൊക്കെ ഡെഡ് ആവാം, അങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ് മാനേജ്മെന്റ് ഫോർ ഡയബറ്റീസ്. മെഡിക്കേഷൻ, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇൻസുലിൻ തെറാപ്പി, ചില ആൾക്കാർ ഇൻസുലിൻ കുത്തിവെക്കുക, അത് എക്സ്ട്രീം ലെവൽ ആകുമ്പോഴാണ് ഇൻസുലിൻ കുത്തിവെക്കുന്നത്. ഓക്കെ, ദെൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അല്ലെ, നമ്മുടെ കുത്തഴിഞ്ഞ ആ ജീവിത രീതി ഒന്ന് മാറ്റുക. ഹെൽത്തി ഈറ്റിംഗ്, വറുത്തത് പൊരിച്ചത് അങ്ങനത്തെ ഒക്കെ കുറച്ച് കഴിക്കുക. റെഗുലർ എക്സസൈസ് ആൻഡ് വെയിറ്റ് മാനേജ്മെന്റ്. മോണിറ്ററിംഗ് ബ്ലഡ് ഷുഗർ, റെഗുലർ ടെസ്റ്റിംഗ് ടു കീപ് ലെവൽസ് വിത്തിൻ എ ടാർഗറ്റ് റേഞ്ച്, അല്ലെ, അതായത് നമുക്ക് ഇങ്ങനെ ആഴ്ചയിലൊക്കെ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫാസ്റ്റിംഗിൽ ഒരു കണക്കൊക്കെ ഉണ്ട്, അല്ലെ, 80 to 120 ആണ്. അപ്പൊ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അവോയ്ഡ് സ്മോക്കിംഗ്, സ്മോക്കിംഗ് വേഴ്സസ് കോംപ്ലിക്കേഷൻസ്. ഓക്കെ, ഇപ്പൊ സ്മോക്കിംഗ് ഇല്ലാതെയാണ് പറഞ്ഞ ഒഴിവാക്കുക. സ്ട്രെസ് മാനേജ്മെന്റ്, ക്രോണിക് സ്ട്രെസ് ക്യാൻ എലവേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ്, അല്ലെ, അതായത് ക്രോണിക് സ്ട്രെസ്, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടുന്നതായിരിക്കും. ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ ബി പി. ഹൈപ്പർ ടെൻഷൻ ഈസ് ഓഫൻ കോൾഡ് ദ സൈലന്റ് കില്ലർ ഡ്യൂ ടു ദിസ് ലാക്ക് ഓഫ് സിംറ്റംസ്. ഒരു ലക്ഷണം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അതിന് സൈലന്റ് കില്ലർ പറയാം, പക്ഷെ മരണം വരെ കാരണമായേക്കാം. ബ്ലഡ് പ്രഷർ റീഡിങ്സ് above 140 to 90 mm are considered high, അല്ലെ. 140, 90 അങ്ങനെയാണല്ലോ ബ്ലഡ് പ്രഷർ പറയുന്നത്. അപ്പൊ അതിന് മുകളിലാണെങ്കിൽ ഇറ്റ്സ് വെരി റിസ്കി. ലോങ് ടേം ഹൈ ബ്ലഡ് പ്രഷർ ക്യാൻ ഡാമേജ് ആർട്ടറീസ് ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക് ഓർ സ്ട്രോക്ക്, അല്ലെ. അപ്പൊ ആർട്ടറി പറഞ്ഞറിയില്ലേ, ധമനികളെയൊക്കെ, ഹൃദയ ധമനികളെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ സ്ട്രോക്കോ അറ്റാക്കോ ഒക്കെ ഉണ്ടാവും. Can lead to kidney failure and vision problems if untreated. നമ്മൾ ഒരിക്കലും അത് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ് കിഡ്നി പ്രോബ്ലംസ്, കാഴ്ചക്കുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. ഇറ്റ്സ് എ മേജർ റിസ്ക് ഫാക്ടർ ഫോർ കാർഡിയോവാസ്കുലർ ഡിസീസസ്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ, അല്ലെ, ഹാർട്ടിന്റെ ഓരോരോ സൂക്കടുകൾക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രത്യേക കാരണമാണ് ഈ ഹൈ ബി പി എന്ന് പറയുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഓഫൻ നോട്ട് സിംറ്റംസ്, നമ്മൾ സൈലന്റ് കില്ലർ എന്നൊക്കെ പറഞ്ഞു. ഹെൻസ് ദ നെയിം സൈലന്റ് കില്ലർ. സിവിയർ ഹെഡ് ഏക്സ് ആൻഡ് ഷോർട്ടൻസ് ഓഫ് ബ്രീത്ത്, കിതപ്പ്, അതുപോലെ തന്നെ ഹെഡ് ഏക്ക്. നോസ് ബ്ലീഡ്സ് ഓർ ഡിസീനസ് ഇൻ എക്സ്ട്രീം കേസസ്, അത്രയും ബി പി കൂടി കഴിഞ്ഞാൽ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരും. ചെസ്റ്റ് പെയിൻ ഓർ പാൽപിറ്റേഷൻസ്, അല്ലെ, വേദനക്ക്, അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ, അല്ലെ, നെഞ്ചുവേദന. ഫാറ്റിക് ഓർ കൺഫ്യൂഷൻ, കൂടെ തളർച്ച, ഒക്കെ എന്താണെന്നറിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. കോസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ, പ്രൈമറി ഹൈപ്പർ ടെൻഷന്റെ കോസ് എന്താണ്? നോ സ്പെസിഫിക് കോസ് ലിങ്ക്ഡ് ടു ജനറ്റിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പിന്നെ അതുപോലെ ജനറ്റിക് ആണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. Then secondary hypertension കാരണം caused by conditions such as kidney diseases or sleep apnea.
അപ്പൊ ചില ആളുകൾക്ക് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. അതിന്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഡ്നി ഡിസീസ് കൊണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട്, പിന്നെ ഒബീസിറ്റി കൊണ്ടും ഉണ്ടാവാം. എക്സസ് ഫാറ്റ്, ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒബീസിറ്റി തടി കൂടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ തടി വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് തടി വെക്കുന്നത്, വണ്ണം വെക്കുന്നത്. അപ്പൊ അത് ഫാറ്റ് അമിതമാകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ വളരെ റിസ്കിയാണ്. അത് നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ അടിഞ്ഞുകൂടി കൊളസ്ട്രോളിനൊക്കെ പറ്റി പറയും. കൊളസ്ട്രോൾ ഒക്കെ ആയിട്ട് മാറി ഭയങ്കര ബുദ്ധിമുട്ടാകുന്നതാണ്. അപ്പം ആളുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തടിച്ചാൽ എന്താ പ്രോബ്ലം അല്ലെ, ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ പറയും. പക്ഷെ ഈ ഡിസീസസ് ആണ് പ്രോബ്ലം. ഹൈ സാൾട്ട് ഇൻടേക്ക് അല്ലെ, ഉപ്പ് കൂടുതൽ കഴിക്കുക. ചില ആളുകൾക്ക് ഭയങ്കര ഉപ്പൊക്കെ വേണ്ടി വരും, അവർക്ക് BP കൂടാനുള്ള സാധ്യത. ആൽക്കഹോൾ, ഉണക്കമീൻ, അതുകൊണ്ട് ഉണക്കമീൻ പപ്പടം ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറയുന്നു. ആൽക്കഹോൾ ആൻഡ് ടുബാക്കോ യൂസ്, ദീസ് ക്യാൻ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ലെവൽസ്. ഓക്കെ, then risk factors for hypertension, family history of hypertension. പാരന്റ്സിന് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാവാം. ഏജ് അല്ലെ, അതായത് പ്രായം കൂടുന്നവർ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അസുഖങ്ങളൊക്കെ വരാം. സെഡന്ററി ലൈഫ് സ്റ്റൈൽ ഓർ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ചെയ്യാൻ. ക്രോണിക് സ്ട്രെസ് ഓർ ലാക്ക് ഓഫ് സ്ലീപ്പ് അല്ലെ, സ്ലീപ്പ് ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ നമ്മളിപ്പോ ഈ എന്താണ് യൂണിറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ബുക്കിൽ ഇത് പറയുന്നത്, മുമ്പത്തെ യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ യോഗയ്ക്ക് പഠിച്ചത് അല്ലെ. ഈ ഹൈപ്പർ ടെൻഷനുള്ള യോഗാസനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഹൈ ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ, സാൾട്ട് ആൻഡ് പ്രോസസ്ഡ് ഫുഡ് അല്ലെ. അതുപോലെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതിലൂടെ, ആൽക്കഹോളിലൂടെ, ഉപ്പിലൂടെ ഒക്കെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായേക്കാം. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക് അല്ലെ. Then heart failure due to the heart's inability to pump efficiently. Okay, heart pumping നിർത്തി കഴിഞ്ഞാൽ that is heart attack. Kidney disease and eventual kidney failure. Okay, അതാണ് ഷുഗർ, കൊളസ്ട്രോൾ, BP ഒക്കെ കൂടെ ഉള്ള ആളുകൾക്ക് ഭയങ്കര റിസ്ക് ആണ്. കാരണം എല്ലാറ്റിനും ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം. വിഷൻ ലോസ് ഫ്രം ഡാമേജ് ടു ദ ബ്ലഡ് വെസൽസ് ഇൻ ദി ഐ, കണ്ണിലെ ബ്ലഡ് വെസൽ നശിക്കുന്നതിലൂടെ കാഴ്ചശക്തി പോകും. Then aneurysms from weakened blood vessels അല്ലെ, അതായത് ബ്ലഡ് വെസൽ ഒക്കെ വീക്ക് ആകുന്നതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പാർട്ട് ഒക്കെ ഡെഡ് ആയിരുന്നു. ഓക്കെ, then treatment and preventive management for hypertension, lifestyle change, regular physical activity, low sodium diet, ഉപ്പ് കുറച്ച ഡയറ്റ്, and weight loss. Medications ഏതൊക്കെയാണ്? Diuretics, ACE inhibitors, calcium channel blockers. ഓക്കെ, ഇതൊക്കെയാണ് BP-യുടെ മരുന്നുകൾ. റെഡ്യൂസ് ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ യൂസ്, മോണിറ്റർ ബ്ലഡ് പ്രഷർ റെഗുലാർലി ടു മാനേജ് ആൻഡ് പ്രിവെന്റ് സ്പൈക്സ് അല്ലെ. അപ്പം നമ്മുടെ ബ്ലഡ് പ്രഷർ നമ്മൾ മോണിറ്റർ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. മാനേജ് സ്ട്രെസ്, ടെക്നിക്സ് ലൈക്ക് മെഡിറ്റേഷൻ ആൻഡ് യോഗ ഹെൽപ്പ് ലോവർ ബ്ലഡ് പ്രഷർ. യോഗയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ചില എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ, മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. ഈ രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ പറയുന്ന ഒരു, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ രോഗങ്ങളുള്ള ആളുകൾ പറയുന്ന ഒരു ഡയലോഗാണ്, ഏറി വന്നാൽ മരിക്കല്ലോ, എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റുമോ, എനിക്ക് വലിയ കഷ്ടപ്പെടാം, എക്സസൈസ് ചെയ്യാനൊന്നും വയ്യ. പക്ഷെ അവർക്കൊക്കെ ഈ ഒരു കിഡ്നി ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് അവർ അതിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് തുടക്കം മുതലേ അതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ we can avoid these lifestyle disorders. Heart attack, അടുത്ത ഹാർട്ട് അറ്റാക്ക്, അടുത്ത ലൈഫ്സ്റ്റൈൽ ഡിസോർഡർ. ഹാർട്ട് അറ്റാക്ക് occurs when blood flow through a part of the heart is blocked. ഹൃദയത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസൽസ് അല്ലെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. ഹാർട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അറ്റൻഷൻ വേണം. The heart muscle can be permanently damaged without timely intervention. അപ്പോൾ തന്നെ ഹാർട്ട് മസിൽസ് ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് ഡാമേജ് ആകാം. അപ്പൊ അതുകൊണ്ട് ഒരു രക്ഷയില്ല, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാം. Often caused by arteriosclerosis or blood clots blocking coronary arteries. അല്ലെ, അപ്പൊ ആർട്ടറിയോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം കൊണ്ടും, പിന്നെ ബ്ലഡ് ക്ലോട്ട്സ് അല്ലെ, അതായത് നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ, അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ രക്തധമനികളിൽ ക്ലോട്ട്, രക്തം കട്ട പിടിക്കുക, അല്ലെങ്കിൽ എന്താണ്
കൊറോണറി ആർട്ടറീസ് അല്ലെ, ആർട്ടറീസ് ബ്ലോക്ക്ഡ് ആവും, അപ്പൊ ബ്ലഡ് ഹൃദയത്തിലേക്ക് എത്താതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. Immediate treatment includes administering aspirin, clot busting drugs or surgery. അതായത് സ്ട്രോക്ക് ഒക്കെ ഒരു പ്രാവശ്യം വന്ന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് എന്താണ്, രക്തം ലൂസ് ആവാനുള്ള അല്ലെ, ക്ലോട്ട് ബസ്റ്റിംഗ് ഡ്രഗ്സ് അല്ലെ, പറഞ്ഞ ക്ലോട്ട് ഇല്ലാതെയാവാൻ, ബ്ലഡ് നേർമയാവാനുള്ളത് അല്ലെ, അല്ലെങ്കിൽ സർജറി കൊണ്ട് തന്നെ ഇതൊക്കെ മാറ്റാൻ പറ്റും. മാറ്റുകയല്ല, ചില പ്രത്യേക കണ്ടീഷൻസ് റിസ്ക് ഒഴിവാക്കാൻ പറ്റും. സിംറ്റംസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്, ചെസ്റ്റ് പെയിൻ നമുക്കറിയാം അല്ലെ, നെഞ്ചുവേദന എന്ന് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഉള്ളൊരു കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഓഫൻ റേഡിയേറ്റിംഗ് ടു ദ ആം ഓർ ജോ. ഓക്കെ, കയ്യും അല്ലെങ്കിൽ ജോ പറഞ്ഞു വെച്ചാൽ താടിയും എല്ലാം അവിടേക്കുള്ള ഒരു വല്ലാത്ത വേദന, ഡിഫിക്കൽട്ടി ബ്രീതിങ് ഓർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, സ്വെറ്റിംഗ് ആൻഡ് നൗസിയ അല്ലെ, സ്വെറ്റിംഗ് പറഞ്ഞു വെച്ചാൽ എന്താണ്, വേർക്കുക അല്ലെ, ഒരു ഛർദിക്കാൻ വരിക, ഫീലിംഗ് ലൈറ്റ് ഹെഡഡ് അല്ലെ, എന്തോ ഒരു എന്താ പറയാ, ലൈറ്റ് ഹെഡഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാരമില്ലാത്ത, തലയ്ക്കൊക്കെ ഒരു അന്തമില്ലാത്ത അവസ്ഥ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അൺയൂഷ്വൽ ഫാറ്റിക് ഓർ വീക്ക്നെസ് അല്ലെ, നമ്മള് സാധാരണ രീതിയിലല്ലാത്ത തളർച്ചയും ക്ഷീണമൊക്കെ. കോസസ് എന്തൊക്കെയാണ്? ആർത്രിയോ സ്ക്ലിറോസിസ്, പ്ലേക്ക് ബിൽഡപ്പ് ഇൻ ആർട്ടറീസ് റെസ്ട്രിക്ട്സ് ബ്ലഡ് ഫ്ലോ. അതായത് നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ കൂടുമ്പോ, അതായത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ബ്ലഡിൽ വരുമ്പോ ഷുഗറും ഒക്കെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ നമ്മളിങ്ങനെ വെള്ളം, ഓക്കെ, വെള്ളം പ്യോർ വാട്ടർ ആണെങ്കിൽ കുഴപ്പമില്ല, മലിനജലം ഇങ്ങനെ ഒഴുകുക വിചാരിക്കാം ഒരു പമ്പിലൂടെ. അപ്പൊ ആ മലിനജലം കുറെ ഒഴുകി 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 അതിൽ എന്താ പറയാ, കുറെ മാലിന്യങ്ങൾ ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ടാവും പുഴയിൽ. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാകുമ്പോൾ കുറെ കാലം ഇങ്ങനെ രക്തക്കുഴലുകളിലൂടെ രക്തം ഒഴുകി ഒഴുകി ആ ബ്ലാക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ബ്ലഡ് ഒഴുകാനുള്ള ഒരു ബുദ്ധിമുട്ട്, തടസ്സം ഉണ്ടാവും. ഓക്കെ, ബ്ലഡ് ക്ലോട്ട്സ്, പിന്നെ ബ്ലഡ് കട്ട പിടിക്കും അല്ലെ ഈ രക്തക്കുഴലിലൊക്കെ. ദിസ് ക്യാൻ ഫോം ആൻഡ് ബ്ലോക്ക് ദ കൊറോണറി ആർട്ടറീസ്. അങ്ങനെ നമ്മുടെ കൊറോണറി ഹാർട്ടിലെ ധമനികളൊക്കെ ബ്ലോക്ക് ആവും. ഹൈ ബ്ലഡ് പ്രഷർ, ബി പി കൂടുമ്പോൾ ഡാമേജസ് ആർട്ടറീസ്, ഇൻക്രീസിങ് ദ റിസ്ക് ഓഫ് ബ്ലോക്കേജസ്. ബ്ലോക്ക് കൂടും, അതുപോലെ തന്നെ എന്താണ് പറയാ, ആർട്ടറികളൊക്കെ ഡാമേജ്ഡ് ആവും, അപ്പൊ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക. അൺഹെൽത്തി ഡയറ്റ് അല്ലെ, ഹൈ ഇൻ ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ, ഇൻക്രീസിങ് പ്ലാക്ക് ബിൽഡപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ജനറ്റിക് ഫാക്ടേഴ്സ്, ഹെറിഡിറ്ററി ആണ്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ്, ഹാർട്ട് ഡിസീസ് ഉള്ള ഫാമിലി ആണെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ. Then risk factors for heart attack, high cholesterol and blood pressure, BP, cholesterol ഒക്കെ കൂടുക, സ്മോക്കിംഗ് ആൻഡ് എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഒബീസിറ്റി. അത് നിയന്ത്രിച്ചേ പറ്റും. ഓക്കെ, കുത്തഴിഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ്, സ്ട്രെസ് ആൻഡ് പുവർ ഡയറ്ററി ഹാബിറ്റ്സ്. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ് മാനേജ്മെന്റ്സ് ഫോർ ഹാർട്ട് അറ്റാക്ക്. എന്തൊക്കെയാണ് അതിന്റെ പ്രിവെന്റീവ് മെത്തേഡ്സ് ഒക്കെ? എമർജൻസി ട്രീറ്റ്മെന്റ്, പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്ലോട്ട് ബസ്റ്റിംഗ് ഡ്രഗ് ആൻഡ് ആസ്പിരിൻ അല്ലെ, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുക, ആസ്പിരിൻ പോലുള്ള മരുന്നൊക്കെ കഴിക്കുക. സർജിക്കൽ ഇന്റർവെൻഷൻ, ആൻജിയോപ്ലാസ്റ്റിക് പീരിയഡ് ഉണ്ടാവും, ഓർ ബൈപ്പാസ് സർജറി അല്ലെ, അതൊക്കെ നമുക്ക് ഹാർട്ട് ഡിസീസ് അതിനുള്ള ഒരു പ്രിവെന്റീവ് മെത്തേഡാണ് ഹാർട്ട് അറ്റാക്ക്. മെഡിക്കേഷൻസ് ഏതൊക്കെയാണ്? ബ്ലഡ് തിന്നേഴ്സ് അല്ലെ, ബ്ലഡ് നേർമയാവാനുള്ള മരുന്നുകൾ, ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് സ്റ്റേറ്റിൻസ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഹെൽത്തി ഡയറ്റ്, എക്സസൈസ് ആൻഡ് സ്മോക്കിംഗ് സെസേഷൻ. സ്മോക്കിംഗ് ഇല്ലാതെയൊക്കെ അല്ലെങ്കിൽ സ്മോക്കിംഗ് കുറയ്ക്കുക. നമ്മളെല്ലാം സ്മോക്ക് ചെയ്യണമെന്നില്ല കേട്ടോ, നമ്മുടെ അടുത്തുള്ള ആൾക്കാർ സ്മോക്ക് ചെയ്താലും നമുക്ക് സൂക്കറുകൾ വരാം. സ്ട്രെസ് മാനേജ്മെന്റ്, reduce emotional stress through relaxation techniques. സ്ട്രെസ് കുറയ്ക്കുക. ഒബീസിറ്റി അറിഞ്ഞാൽ തന്നെ എന്താണ്? അമിതവണ്ണം. ഒബീസിറ്റി is defined as an excessive amount of body fat കൂടുക. ബോഡി മാസ് ഇൻഡെക്സ് അറിയോ, ഒരു BMI എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് 30 or more is considered obese അല്ലെ. 30 മുകളിൽ BMI ഉള്ള ആളുകൾക്കാണ്, ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള ആളുകൾക്കാണ് ഒബീസിറ്റി ഉണ്ട് നമ്മൾ പറയുന്നത്. A major risk factor for type 2 diabetes, hypertension and heart disease. മുമ്പ് പറഞ്ഞ രോഗങ്ങൾക്കൊക്കെ കാരണം ഒബീസിറ്റി ആവാം. It can lead to joint problems, breathing issues and sleep apnea. ഇത് കാരണം ഒരുപാട് ഇഷ്യൂസ് അല്ലെ,
ജോയിന്റ് പ്രോബ്ലംസ് ഉണ്ടാവാം, ബ്രീതിങ് ഇഷ്യൂസ്, അല്ലെ, orkathinte problems, a lot of problems will be there. Then management requires a combination of diet, exercise and behavioral therapy. അപ്പോൾ ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും ഒക്കെ നമുക്കിത് ഓവർകം ചെയ്യാം. സിംറ്റംസ് എന്താണ്? ഇൻക്രീസ്ഡ് ബോഡി ഫാറ്റ് അറൌണ്ട് ദ അബ്ഡോമൻ ആൻഡ് തൈസ്. തുടകളിലും വയറിലൊക്കെ ഒരുപാട് ഫാറ്റ് ഡിപ്പോസിറ്റ് ആയിട്ട് കാണും. ഡിഫിക്കൽട്ടി ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഓർ എക്സസൈസ്. എക്സസൈസ് ചെയ്യാനും അവർക്ക് അതിന് ബുദ്ധിമുട്ടായിരിക്കും, പറ്റില്ല, പെട്ടെന്ന് തളർന്നു പോകും. ഷോർട്ടൻസ് ഓഫ് ബ്രീത്ത് ആൻഡ് ഫാറ്റിക്, അല്ലെ, കിതപ്പും തളർച്ചയൊക്കെ കൂടുതലായിരിക്കും. ജോയിന്റ് പെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ എസ്പെഷ്യലി ഇൻ ദ നീസ് ആൻഡ് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും. ഹയർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ക്രോണിക് കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ് ആൻഡ് ഹാർട്ട് ഡിസീസ്. ഓക്കെ, അപ്പോ ഈ ഒബേസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഡയബറ്റീസും ഹാർട്ട് ഡിസീസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കോസ് ഓഫ് ഒബേസിറ്റി: പുവർ ഡയറ്റ്, high calorie food, fast food and sugary drinks. ഷുഗറി ഡ്രിങ്ക് പറഞ്ഞാൽ നമ്മൾ കൊക്കക്കോള അതുപോലെയുള്ള മധുരമുള്ള വെള്ളങ്ങളുണ്ടല്ലോ, അതൊക്കെ കുടിക്കുക. ദെൻ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, സെഡന്ററി ലൈഫ് സ്റ്റൈൽ ആൻഡ് മിനിമം എക്സസൈസ്. കുത്തഴിഞ്ഞ ഭക്ഷണ രീതി, ജീവിത രീതി, എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ. ജനറ്റിക്സ് അല്ലെ, അച്ഛനമ്മയൊക്കെ ഒബീസ് ആണെങ്കിൽ മക്കളും ഒബീസ് ആവാൻ ചാൻസ് ഉണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെ? ഇമോഷണൽ സ്ട്രെസ് ആൻഡ് കംഫർട്ട് ഈറ്റിംഗ്. എന്താണ്? നന്നായി ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം. ഓക്കെ, ആയുർവേദത്തിലല്ല, ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. നമ്മൾ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചിട്ടില്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും, അല്ലെ? അതന്നെയാണ് അവസ്ഥ. മെഡിക്കേഷൻസ് എന്തൊക്കെയാണ്? സം മെഡിക്കേഷൻസ് മേ കോസ് വെയിറ്റ് ഗെയിൻ. ഓക്കെ, പക്ഷെ ചില മരുന്നുകൾ കഴിച്ചാൽ ഇതുപോലെ തന്നെ ഒബേസിറ്റി ഉണ്ടാവാം. Management of obesity, balanced diet, focus on whole foods, fruits, vegetables and lean proteins. ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഫിസിക്കൽ ആക്ടിവിറ്റി, അറ്റ്ലീസ്റ്റ് 30 minutes ഓഫ് എക്സസൈസ് മോസ്റ്റ് ഡേയ്സ്. 30 minutes എക്സസൈസ് എങ്കിലും ചെയ്യാം. ബിഹേവിയറൽ തെറാപ്പി, അഡ്രസ് ഇമോഷണൽ ഈറ്റിംഗ് ആൻഡ് സ്ട്രെസ്. ഓക്കെ, ചില ആളുകൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാം. മെഡിക്കൽ ഇന്റർവെൻഷൻ, മെഡിക്കേഷൻസ് ഓർ വെയിറ്റ് ലോസ് സർജറി ഇൻ സിവിയർ കേസസ്. സിവിയർ കേസ് ആണെങ്കിൽ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയൊക്കെ ഉണ്ട്, വളരെ കോമൺ ആണ്. അതിലൂടെയൊക്കെ നമുക്ക് ഒബേസിറ്റി ഇല്ലാതാക്കാം. സപ്പോർട്ട് സിസ്റ്റം, ഗ്രൂപ്പ് കൗൺസിലിംഗ് ഓർ വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് ക്യാൻ ഹെൽപ്പ്, അല്ലെ? ഗ്രൂപ്പ് കൗൺസിലിംഗിലൂടെയൊക്കെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. ഒബേസിറ്റി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാം. ഒബേസിറ്റി ഇൻക്രീസ്ഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ശരീരം ഇൻസുലിൻ റെസിസ്റ്റ് ചെയ്യോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണോ നമുക്ക് എന്ത് വരുന്നത്? ഡയബറ്റീസ് വരുന്നത്. അപ്പൊ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും ഒബേസിറ്റി. കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് വെച്ചാൽ ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ്, ഹാർട്ട് ഡിസീസസ്, സ്ട്രോക്ക് ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ. സ്ലീപ്പ് ആപ്നിയ, ഫാറ്റ് ഡിപ്പോസിറ്റ്സ് ഇൻ ദ ത്രോട്ട് കോസ് ബ്രീത്തിങ് ഇഷ്യൂസ്. അതായത് നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർമ്മ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ത്രോട്ടിലൊക്കെ, അല്ലെ, തൊണ്ടയിൽ ഉള്ള ഫാറ്റ് നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാക്കും. ദെൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് സ്ട്രെസ് ആൻഡ് ഡാമേജ് ഡ്യൂ ടു എക്സസ് വെയിറ്റ്. മുട്ടുവേദനയൊക്കെ ഇവർക്ക് വളരെ കോമൺ ആയിരിക്കും, കാരണം നമ്മുടെ കാലുകൾക്ക് ശരീരം താങ്ങാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. ക്യാൻസർ, ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹയർ റിസ്ക് ഓഫ് സർട്ടൻ ക്യാൻസേഴ്സ് ഇൻക്ലൂഡിംഗ് ബ്രസ്റ്റ് ആൻഡ് കോളൻ. ദെൻ അൾസർ, അടുത്ത ഡിസീസാണ് അൾസർ. കുറെ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടാവുന്ന അസുഖമാണ്, സമയത്ത് ഭക്ഷണം കഴിക്കാന്നിട്ടും ഒക്കെ. Ulcers are open sources that develop in the lining of the stomach or small intestine. നമ്മുടെ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ ചെറുകുടലിലോ ഒക്കെ ഉണ്ടാവുന്ന എന്താണ് പറയാ മുറിവുകൾ, വ്രണങ്ങളെയാണ് അൾസർ എന്ന് പറയുന്നത്. ക്യാൻ കോസ് സിവിയർ പെയിൻ എസ്പെഷ്യലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണം കഴിച്ചാല് മിക്കവാറും, അല്ലെ, ഭയങ്കര വേദനയായിരിക്കും വയറില് മിക്കവാറും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട്. മേജർ കോസസ് ഇൻക്ലൂഡ് ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, വയറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് ഇങ്ങനെ മുറിവുണ്ടാവാം. ഹെലിക്കോബാക്ടർ പൈലോറി ആൻഡ് ലോങ് ടേം യൂസ് ഓഫ് പെയിൻ കില്ലേഴ്സ്. പെയിൻ കില്ലേഴ്സ് ഒക്കെ കുറെ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മളുണ്ടല്ലോ പാരസെറ്റമോൾ, തലവേദന ആണെങ്കിൽ പാരസെറ്റമോൾ, അനന്യ പാരസെറ്റമോൾ കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപക്ഷെ അൾസർ ഉണ്ടാവാം. ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻസ് ഓർ ടു റെഡ്യൂസ് സ്റ്റൊമക് ആസിഡ് ആൻഡ് ആന്റിബയോട്ടിക്സ്.
അതുപോലെ തന്നെ സ്റ്റൊമക് ആസിഡ്, ഒരു ആസിഡ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് ശരീരത്തിൽ. ഈ ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ് അല്ലെ ഒക്കെ എന്താ പറയാ, ഓക്കെ, ഈ ആസിഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അതിനുള്ള മരുന്നുകൾ കഴിക്കാം. ആന്റിബയോട്ടിക്സ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാം. പ്രിവെന്റീവ് മെഷേഴ്സ് ഇൻക്ലൂഡ് അവോയ്ഡ് ഇറിറ്റേറ്റിംഗ് ഫുഡ്സ് ആൻഡ് മാനേജിങ് സ്ട്രെസ്. സ്ട്രെസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇറിറ്റേറ്റിംഗ് ഫുഡ് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഇറിറ്റേറ്റിംഗ് ഫുഡ് പറഞ്ഞാൽ എന്താണ്? ഈ എരിവുള്ള ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, അച്ചാറുകള് അങ്ങനത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ മുറിവാണ്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? അപ്പോ ഇതാണ് ഇറിറ്റേറ്റിംഗ് ഫുഡ് എന്ന് പറയുന്നത്. കോസ് ഓഫ് സ്റ്റൊമക് അൾസേഴ്സ്, ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം. A bacterial infection that damages the stomach lining. Excessive use of NSAIDs, that is non-steroid anti-inflammatory drugs, can irritate the stomach. നമ്മൾ വാർത്ത പറഞ്ഞില്ലേ, പെയിൻ കില്ലേഴ്സ് ഒക്കെ. സ്ട്രെസ്, കൂടുതൽ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ can increase stomach acid production. Smoking increases the risk of ulcer formation and delays healing. Smoking എന്താണ്, നമ്മുടെ അൾസർ ഉണ്ടാക്കുകയും ചെയ്യാം, അതിന്റെ ഹീലിംഗ് അല്ലെ, അതായത് നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് ഡിലേ ആക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യൂറിങ്, അതിന്റെ ഒരു എന്താ പറയാ, അത് മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആൽക്കഹോൾ കൺസംഷൻ ക്യാൻ ഇറിറ്റേറ്റ് ദ സ്റ്റൊമക് ലൈൻ അല്ലെ. ആൽക്കഹോൾ നല്ല എരിയുന്നതാണ് എന്നൊക്കെ കുടിക്കുമ്പോഴൊക്കെ ആൾക്കാരുടെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പൊ അത് വയറ്റില് പ്രണുള്ള വയറ്റിൽ ചെന്നാലത്തെ അവസ്ഥ എന്താ? So these are causes of stomach ulcers. The symptoms of stomach ulcers: burning stomach pain, often between meals or at night. ഭക്ഷണത്തിന്റെ ഇടയിലുള്ള വേദന, അതുപോലെ തന്നെ ഭയങ്കര വയറുവേദന, ഭയങ്കര വേദനയായിരിക്കും. ഓക്കെ, നൗസിയ, വോമിറ്റിംഗ്, മനപ്പരട്ടല്, ഛർദി, ഇൻഡൈജഷൻ ആൻഡ് ബ്ലോട്ടിംഗ് അല്ലെ, ദഹനമില്ലാത്ത അവസ്ഥ, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ഓർ ഫീലിംഗ് ഫുൾ ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞു എന്നുള്ള തോന്നൽ. ഡാർക്ക് സ്റ്റൂസ്, കാരണം ബ്ലീഡിങ് കൊണ്ടാണ് അല്ലെ, അതായത് നമ്മുടെ മലമൊക്കെ കറുത്ത കളറായിട്ട് മാറുക. ദെൻ ഡയഗ്നോസിസ് ഓഫ് സ്റ്റൊമക് അൾസർ, എൻഡോസ്കോപ്പി വഴി അല്ലെ, വായിലൊരു കുത്തി ഇറക്കിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഫുഡോ എന്നുള്ളത്. A tube with the camera examines stomach lining. Barium swallow, X-ray. Okay, procedure to check for ulcers. Blood test കണ്ടെത്താൻ to detect a Helicobacter pylori infection ഉണ്ടോ, ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താം. സ്റ്റൂൾ ടെസ്റ്റ് to identify infection or bleeding. Breath test detects bacterial infection. ഷോർട്ട് ബ്രീത്ത് ഒക്കെ ആവുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് സ്റ്റൊമക് അൾസേഴ്സ്. മെഡിക്കേഷൻ അല്ലെ, അതന്നെ മരുന്ന് കഴിക്കുക. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് H2 ബ്ലോക്കേഴ്സ് ടു റെഡ്യൂസ് ആസിഡ്. ആസിഡിന്റെ അളവ് കുറയ്ക്കുക നമ്മൾ പറഞ്ഞില്ലേ. അപ്പോ ഈ ആസിഡ് വ്രണങ്ങളിലൂടെ ഒഴുകുമ്പോൾ, അല്ലെങ്കിൽ കുറെ ഒഴുകിയിട്ടായിരിക്കാം വ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അളവ് കുറയ്ക്കുക. ആന്റിബയോട്ടിക്സ് ടു എലിമിനേറ്റ് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, ബാക്ടീരിയ ഇല്ലാതാക്കാൻ ആന്റിബയോട്ടിക്സ് കഴിക്കുക. അവോയ്ഡ് NSAIDs, യൂസ് പെയിൻ റിലീവേഴ്സ് ലൈക്ക് അസെറ്റാമിനോഫെൻ ഇൻസ്റ്റന്റ്. ഓക്കെ, അപ്പോ പാരസെറ്റമോൾ പോലുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് നിർത്തുക. അസെറ്റാമിനോഫെൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് പെയിൻ കില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. Eat smaller meal. Avoid spicy or acid food. അച്ചാറ് അങ്ങനത്തെയുള്ള സ്പൈസി ആസിഡ് ഫുഡ് ഒക്കെ ഒഴിവാക്കും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. Hope you have understood. That is the first part of this chapter. First part ആണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ന്യൂട്രീഷനെ പറ്റിയിട്ട് പറയാം. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നുള്ളതായിരുന്നു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. ഓക്കെ, സോ ഇസ്ലാമിക്കലി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, താങ്ക് യു.